നമസ്കാരം. NN കക്കാടിന്റെ സഫലമീ യാത്ര എന്ന് പറയുന്ന കവിതയെ പറ്റി പറയാനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു കവിതയായിരിക്കും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കവിതയാണ്. ആ കവിത ഇത്രയും ബ്യൂട്ടിഫുൾ ആവാൻ കാരണമുണ്ട്, വേറെ ഒന്നുമല്ല. NN കക്കാട് ഈ കവിത എഴുതിയത് അദ്ദേഹത്തിന് ക്യാൻസർ വന്നിരിക്കുന്ന സമയത്താണ്. അതായത് ഒരുപക്ഷെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് സഫലമീ യാത്ര എന്ന് പറയുന്ന പേരിട്ടിട്ടുള്ള ആ കവിത എഴുതുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം ആ കവിതയ്ക്ക് ഓരോ വരികൾക്കും വളരെയധികം ഡെപ്തുള്ള വരികൾ. പിന്നെ അത് ഈ കവിതയെക്കുറിച്ച് പറയുമ്പോൾ ഈ കവിതയ്ക്ക് അക്കാലത്തെ വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, അങ്ങനെ ഒരുപാട് അവാർഡുകളും വാരിക്കൂട്ടിയ ഒരു കവിത. പിന്നീട് ഇദ്ദേഹത്തിന് ചികിത്സയ്ക്ക് ശേഷം, ഒരു വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം ക്യാൻസറിന്റെ ആദ്യത്തെ ഘട്ടത്തെ മറികടക്കാൻ സാധിച്ചായിരുന്നു. അങ്ങനെ അദ്ദേഹം നന്ദി സൂചകമായിട്ട് വേറൊരു കവിത കൂടി എഴുതിയായിരുന്നു. നന്ദി കേരളമല്ല, നന്ദി തിരുവോണമേ. നന്ദി തിരുവോണമേ നന്ദി എന്ന് പറഞ്ഞിട്ടൊരു കവിത കൂടി എഴുതിയിരുന്നു. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് വരാം. ഈ കവിതയുടെ ഫുൾ വേർഷൻ നമ്മുടെ യൂട്യൂബിലുണ്ട്. നിങ്ങൾ ആരെങ്കിലും കേൾക്കാത്തവരുണ്ട് വെച്ചെങ്കിൽ എന്തായാലും കേൾക്കണം. കാരണം അത്രയും നല്ല, കേൾക്കുന്നതുകൊണ്ട് ഒരു നഷ്ടമൊന്നുമില്ല. അപ്പം ഞാൻ ഇവിടെ ഒരു 4 വരി പാടാം. ഓക്കെ. ആർദ്രമേധനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖി. ആർദ്രമേധനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖി. ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എൻ്റെ അണിയത്തു തന്നെ നിൽക്കൂ. ഈ പഴം കൂടൊരു ചുമക്കടയിലിടറി വീഴാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ കവിത എന്തായാലും കേൾക്കണം. ഓക്കെ, താങ്ക് യു.